മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. സ്വന്ത ചോര ചിന്തി നമ്മെ സ്വന്തമാക്കി തീർത്തനാഥൻ, മണ്ണും നഭസും മാറുമ്പോഴും മാറിൽ ചേർത്തു മരിച്ചിടും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവനെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. ഇവിടെ വിശ്വാസികളോട് അവരുടെ ജീവിതത്തിൽ നീക്കിക്കളയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പത്രോസ് പറയുകയാണ്. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്താണ് ആകയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? 1-ാം അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 23-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അവരുടെ വീണ്ടും ജന്മ അനുഭവ ജീവിതത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ, ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ നീക്കി കളഞ്ഞെങ്കിൽ മാത്രമേ ആത്മീയമായിട്ട് വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ എന്ന്. അപ്പോൾ ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു വ്യക്തി രൂപാന്തരം പ്രാപിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ആ പഴയ മനുഷ്യനെ, ആ പഴയ പാപജടത്തിന്റെ സ്വഭാവത്തെ നീക്കിക്കളഞ്ഞാൽ മാത്രമേ പുതിയൊരു ആത്മീയ ജീവൻ നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നീക്കിക്കളയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്: 1-ാമത് സകല ദുഷ്ടതയും, 2-ാമത് എല്ലാ ചതിവും, വ്യാജഭാവം 3-ാമതായിട്ട്, അസൂയ 4-ാമതായിട്ട്, 5-ാമതായിട്ട് നുണ. ഇതൊക്കെയും പഴയ രക്ഷിക്കപ്പെടാത്ത മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതാണ്. അത് നീക്കളയുമ്പോഴാണ് നമ്മുടെ പുതിയ മനുഷ്യനിൽ നമുക്ക് വളർച്ചയുണ്ടാകാൻ കഴിയുന്നത്. ഏതൊരു വചനമാണോ നമ്മളെ രക്ഷിച്ചത്, അതേ വചനത്താൽ, ആ വചന വായനയിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മുടെ പഴയ സ്വഭാവങ്ങളെ നീക്കിക്കളയണം. സകല ദുഷ്ടതയും, ദുഷ്ടൻ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടരുത്, പിശാചിനെ ദുഷ്ടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി പിശാചിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ അവൻ ദുഷ്ടനായി മാറുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കായീൻ ദുഷ്ടനെന്നുള്ളവനായി എന്നാണ്. അപ്പോൾ പിശാചിനെ അടിമപ്പെട്ടു പോയി കഴിയുമ്പോൾ ദുഷ്ട ഹൃദയമുള്ളവരായിത്തീരും. പൗലോസ് അപ്പോസ്തലൻ അത് തീത്തോസിനോട് പറയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം എങ്ങനെയായിരുന്നു മുമ്പേ എന്ന് നമ്മൾ പാടുന്നുണ്ട്. അവിടെ ദുഷ്ടതയിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതം ഇനി പാടില്ല. പിശാചിന്റെ
ഇഷ്ടാനുസരിച്ച് ജീവിക്കാൻ പാടില്ല. ദുഷ്ടത നീക്കിക്കളയണം. മാത്രമല്ല, ദുഷ്ടതയിൽ ജീവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അടുത്തായിട്ട് പറയുകയാണ്, ചതിവിലേക്ക് നയിക്കും. നമുക്കറിയാം, കായേൻ ഹാബേലിനെ വയലിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരു ചതിവായിരുന്നു. കൊല്ലുവാനുള്ള ഉദ്ദേശമായിരുന്നെങ്കിൽ ഹാബേൽ പോകുമായിരുന്നില്ല. അവൻ ചതിക്കുകയായിരുന്നു. ചതിവ് ദുഷ്ടന്റെ, പിശാചിന്റെ ഒരു സ്വഭാവമാണ്. ദുഷ്ടൻ, പിശാച് ചതിക്കുന്നവനാണ്. ഹവ്വയെ ചതിച്ചു, പാപത്തിലേക്ക് നയിച്ചു. ഹവ്വയ്ക്കറിയില്ലായിരുന്നു അവൾ പാപത്തിലേക്ക് വീഴുകയായിരുന്നെന്ന്. ചതിക്കുകയാണ്. നമുക്കറിയാം, ചതിവ് ഒരു വലിയ പാപമാണ്. ചതിക്കുന്നവരെ ചതിക്കുവിന്റെ ഫലം അനുഭവിക്കാൻ ഇടയാകും. യാക്കോബ് തന്റെ സഹോദരനെയും പിതാവിനെയും ഒക്കെ ചതിച്ച് അനുഗ്രഹം നേടിയെങ്കിൽ തന്റെ അമ്മായപ്പനായ ലാബാൻ തന്നെ ചതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചതിക്കരുത്. ഈ ചതിവിൽ തുടർന്നാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വരും. വ്യാജഭാവമുള്ളവരായിത്തീരും. യാക്കോബ് തന്റെ അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുന്ന വ്യാജഭാവത്തിലാണ്. തന്റെ ജ്യേഷ്ഠനായ യേശാവാണ് എന്നുള്ള വ്യാജഭാവം. ഒരു ചതിവ് നടത്തുന്നവർക്ക് എപ്പോഴും അവരുടെ സ്വന്തം ഭാവമല്ല, ഒരു വ്യാജഭാവം, ഒരു കപടഭക്തിയാണ് അവരെ ഭരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നാം പരിശോധിക്കുക. വ്യാജഭാവത്തോടെയാണോ ജീവിക്കുന്നത്? കർത്താവിന്റെ കാലത്ത് ജീവിച്ച പരീശന്മാർ അങ്ങനെയായിരുന്നു. അവര് യഥാർത്ഥമായിട്ട് ആത്മീയരായിരുന്നില്ല. എന്നാൽ അവരൊരു ആത്മീയതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ തങ്ങൾ ആത്മീയരാണെന്ന് കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ നന്മ ചെയ്യുകയും അതുപോലെ ധർമ്മം കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന തങ്ങളും ആത്മീയരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത് ദൈവം ഏറ്റവും വെറുക്കുന്നതാണ്. കപടഭക്തി അല്ലെങ്കിൽ വ്യാജഭാവം ദൈവം ഏറ്റവും വെറുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അത് നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, അസൂയയും, ഈ വ്യാജഭാവത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് അസൂയ ഉണ്ടായിരിക്കും. നമുക്കറിയാം, യോസേപ്പിനെ തന്റെ സഹോദരന്മാര് വിറ്റത് എന്തിനാണ്? അവനോടുള്ള അസൂയയാണ്. അസൂയ മൂത്ത് യോസേപ്പിനെ വിറ്റെങ്കിലും യോസേപ്പിനത് നന്മയ്ക്കായിട്ട് തീർത്തു. കർത്താവിനെ യഹൂദന്മാര് ക്രൂശിക്കാൻ ഏൽപ്പിച്ചതിന്റെ പിന്നിൽ കർത്താവിനുള്ള അസൂയയായിരുന്നു. എന്ത് സംഭവിച്ചു? ആ അസൂയയുടെ ഫലം അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കായൻ ഹാബേലിനെ കൊന്നതിന്റെ കാരണം എന്താണ്? അവന്റെ അസൂയയായിരുന്നു. ദുഷ്ടനിൽ നിന്നാണ് ഈ അസൂയ വരുന്നത്. നമ്മള് തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം തീത്തോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മള് ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരായിരുന്നു. ഇനി അങ്ങനെ അസൂയപ്പെടാൻ പാടില്ല. മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയണം. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് എല്ലാ നുണയും നീക്കിക്കളയുക. അസൂയുള്ളവര് നുണ പറയാനായിട്ട് മടിക്കത്തില്ല. നുണ പറഞ്ഞതുകൊണ്ട് ദൈവമാകെ ഒരു ശിക്ഷയ്ക്ക് കാരണമായി തീരും. പത്രോസ് കർത്താവിനെ അറിയത്തില്ല എന്ന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞത് നുണയായിരുന്നു. പിശാച് നുണയാണ് പറഞ്ഞത് ഹവ്വയോട്, നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞത് നുണയായിരുന്നു. പിശാച് പോഷ്ക് പറയുന്നവനാണ്, അവന്റെ അപ്പനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പോഷ്കിൽ തുടർന്നാൽ, കള്ളം പറയുന്നവരായാൽ നമ്മൾ സത്യം പറയുന്ന പോലും ആളുകൾ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് ഇതൊക്കെ നീക്കിക്കളയാൻ, കർത്താവ് ഇതിന്റെ ജീവിതം നീക്കിക്കളഞ്ഞ് ആത്മീയമായിട്ട് വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കരുതിടൂ